നമസ്കാരം. പൈറേറ്റ്സ് ഓഫ് മലബാർ അവസാന ഭാഗത്തിലേക്ക് പാർട്ട് 4ലേക്ക് സ്വാഗതം. 1698 ക്യാപ്റ്റൻ കിഡ് അഡ്വഞ്ചർ എന്ന തൻ്റെ കപ്പലിൽ മഡഗാസ്കറിലെ സെയിൻറ്റ് മേരി ദ്വീപിൽ എത്തിയപ്പോൾ തൻ്റെ പഴയ കൂട്ടാളിയും പിന്നീട് എതിരാളിയുമായി മാറിയ ക്യാപ്റ്റൻ റോബർട്ട് കലിഫോർഡ് മറ്റൊരു കപ്പലിൽ അവിടെ എത്തിയിരിക്കുന്നത് കണ്ട് ശരിക്കും ഞെട്ടിപ്പോയി. കിഡ് കലിഫോർഡിനെ ഇതിനു മുമ്പ് അവസാനമായി കരീബിയൻ തീരങ്ങളിൽ വെച്ചായിരുന്നു കണ്ടിരുന്നത്. കലിഫോർഡ് പിന്നീട് ഇന്ത്യൻ തീരങ്ങളിൽ എത്തുകയും 4 വർഷങ്ങൾ ഗുജറാത്തിൽ തടവുകാരനായി കഴിയുകയും പിന്നീട് ജയിൽ ചാടി ഒരു കപ്പലിൽ കയറിക്കൂടുകയും ചെയ്തു. ഒരു നാവിക കലാപം നടത്തി ആ കപ്പൽ കൈക്കലാക്കിയെങ്കിലും പിന്നീട് നടന്ന സംഭവ വികാസങ്ങളിൽ കലിഫോർഡ് നിക്കോബാർ ദ്വീപുകളിൽ കുടുങ്ങിപ്പോവുകയാണ് ചെയ്തത്. എന്നാൽ അവിടെ നിന്നും രക്ഷപ്പെട്ട കലിഫോർഡ് ക്യാപ്റ്റൻ റാൽഫ് സ്റ്റൗട്ടിൻ്റെ കീഴിൽ ക്വാർട്ടർ മാസ്റ്ററായിട്ട് മോക്ക ഫ്രിഗേറ്റ് അഥവാ റെസല്യൂഷൻ എന്ന കപ്പലിൽ ചാർജ് എടുത്തു. കിഡ് കലിഫോർഡിനെ സെയിൻറ്റ് മേരിയിൽ വെച്ച് കാണുന്നതിനും 1 കൊല്ലം മുമ്പായിരുന്നു അത്. ആ സമയത്താണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചുറ്റിത്തിരിയുന്ന മറ്റൊരു പൈറേറ്റ് ഷിപ്പ് കലിഫോർഡും കൂട്ടരും കാണുന്നത്. ചാമിങ് മേരി എന്നായിരുന്നു ആ കപ്പലിൻ്റെ പേര്. അങ്ങനെ റെസല്യൂഷനിലെ പൈറേറ്റുകളും ചാമിങ് മേരിയിലെ കൊള്ളക്കാരും ഇനി മുതൽ ഒരുമിച്ച് നീങ്ങുവാൻ തന്നെ തീരുമാനിക്കുകയും ചെയ്തു. മോക്ക ഫ്രിഗേറ്റിലെ ക്യാപ്റ്റൻ റാൽഫ് സ്കൗട്ട് മുമ്പ് പൈറേറ്റായിരുന്ന ആളൊന്നും ആയിരുന്നില്ല. എന്നാൽ അയാൾക്ക് നാവിഗേഷണൽ സ്കിൽസ് ഉണ്ടായിരുന്നു. അതിനാൽ അതൊഴികെ മറ്റെല്ലാ കാര്യങ്ങളും ഈ കലിഫോർഡ് തന്നെയാണ് നോക്കിയിരുന്നത്. ചുരുക്കത്തിൽ കലിഫോർഡായിരുന്നു അപ്രഖ്യാപിത ക്യാപ്റ്റൻ. അങ്ങനെ ഇരിക്കെ 1697 ജനുവരിയിലാണ് കലിഫോർഡും കൂട്ടരും ക്യാപ്റ്റൻ വില്യം വില്ലോക്കിൻ്റെ കപ്പൽ പിടികൂടി അദ്ദേഹത്തെ തടവുകാരനാക്കുന്നത്. സാറ്റിസ്ഫാക്ഷൻ എന്നായിരുന്നു ആ കപ്പലിൻ്റെ പേര്. 11 മാസങ്ങൾ കലിഫോർഡിൻ്റെ കപ്പലിൽ തടവുകാരനായി ഉണ്ടായിരുന്ന വില്ലോക്കിൻ്റെ ഓർമ്മക്കുറിപ്പുകളിലൂടെയാണ് ഈ കലിഫോർഡിൻ്റെ ചരിത്രം നമുക്ക് മനസ്സിലാവുന്നത്. കന്യാകുമാരിക്കടുത്ത് എവിടെയോ വെച്ചാണ് കലിഫോർഡ് വില്ലോക്കിൻ്റെ കപ്പൽ കയറുന്നതും അവിടുത്തെ ചരക്കുകൾ മുഴുവൻ കൈക്കലാക്കിയിട്ട് അത് മുക്കിക്കളയുന്നതും. അതിനുശേഷം ഈ 2 പൈറേറ്റ് കപ്പലുകളും കന്യാകുമാരിയിൽ നിന്നും 5 ലീഗ്, അതായത് ഏതാണ്ട് 28 കിലോമീറ്റർ മാറി പുറം കടലിൽ നങ്കൂരമിട്ടു എന്നാണ് അപ്പോൾ ഈ കപ്പലിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഈ ക്യാപ്റ്റൻ വില്ലോക്ക് പറയുന്നത്. കപ്പലുകൾ കണ്ടതോടെ തീരത്തുള്ളവർ വെള്ളവും അരിയും പിന്നെ ആടുകളും ഒക്കെ ആയിട്ട് വള്ളങ്ങളിൽ ഈ കപ്പലുകളുടെ അരികിൽ എത്തിച്ചേർന്നു കച്ചവടത്തിന് വേണ്ടിയിട്ട്. കലിഫോർഡും കൂട്ടരും നല്ല വില കൊടുത്ത് അതെല്ലാം വാങ്ങുകയും ചെയ്തു. അങ്ങനെ കന്യാകുമാരിയിൽ കഴിയുമ്പോഴാണ് 3 വലിയ പോർട്ടുഗീസ് കപ്പലുകൾ മുൻപ് ചുറ്റിയിട്ട് മലബാർ തീരത്തേക്ക് പോകുന്നത് ഈ കലിഫോർഡ് കാണുന്നത്. പൈറേറ്റ് ഫ്ലീറ്റിലെ 2 കപ്പലുകളും ഉടൻ തന്നെ അവയെ പിന്തുടർന്നു. നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും പണം FD RD ഈ രീതിയിലൊക്കെയാണ് നിക്ഷേപിക്കുന്നത്. പക്ഷേ അവിടെയൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ 5-6% ലാഭം കിട്ടിയാലായി. അതുകൊണ്ട് ഭാവിയിൽ നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റവും അതുമൂലം ഉണ്ടാകുന്ന ചെലവുകളും നമ്മളെ കൊണ്ട് മാനേജ് ചെയ്യുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പണം പല മടങ്ങായിട്ട് വളർത്തുന്ന മറ്റ് നിക്ഷേപ അവസരങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതുപോലെ ഒരു അവസരം ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. സാക്ഷാൽ ടാറ്റയുടെ കീഴിലുള്ള ടാറ്റ AIA ലൈഫാണ് ഈ ഒരു അവസരം ഒരുക്കുന്നത്. അവരുടെ NFO ടോപ്പ് 200 ആൽഫ 30 ഇൻഡെക്സ് ഫണ്ട് ഇപ്പോഴും ലോഞ്ച് ആയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് മച്യൂരിറ്റിയിൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം 1 രൂപ പോലും നഷ്ടപ്പെടാത്ത രീതിയിൽ നിക്ഷേപിക്കാം. അതായത് നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം 100% സേഫ് ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നല്ല റിട്ടേൺ സാധ്യതയും ഉണ്ട്. ഈ NFOയുടെ ഇൻഡെക്സിൻ്റെ കഴിഞ്ഞ 5-10 വർഷത്തെ വാർഷിക ശരാശരി റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ അത് 31%, 22.3%. അപ്പോഴും മുൻകാലങ്ങളിൽ നല്ല രീതിയിൽ റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു ഇൻഡെക്സാണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാങ്കിനേക്കാളും റിട്ടേൺ ഈ ഇൻഡെക്സ് കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയിട്ടുണ്ട്. ഇത് പ്രകാരം 2015 നിങ്ങൾ ഒരു 10 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നു എങ്കിൽ ഇന്ന് അത് 75 ലക്ഷമാക്കി തിരികെ കിട്ടിയേനെ. ഈ ഇൻഡെക്സിനെ തന്നെയാണ് ടാറ്റ AIA ലൈഫ് റിപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ NAV 10 രൂപയാണ്. 2000 രൂപ പോലെ ചെറിയ തുക മുതൽ അങ്ങോട്ട് എത്ര വലിയ തുക വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിക്ഷേപിക്കുവാനായിട്ട് സാധിക്കും. പിന്നെ മാസം പ്രീമിയത്തിന് 120 മടങ്ങ് ലൈഫ് കവർ ഇതിൻ്റെ ഒപ്പം ലഭിക്കുകയും ചെയ്യും. പ്രതിവർഷം 2.5 ലക്ഷം രൂപ വരെയൊക്കെ നിക്ഷേപിച്ചാലും കിട്ടുന്ന ലാഭത്തിൻ്റെ ടാക്സ് കൊടുക്കേണ്ട. അതുകൂടാതെ പ്രവാസികൾക്കും ഇവിടെ നിക്ഷേപിക്കാം. മാസം 18,000 രൂപ വരെയൊക്കെ നിക്ഷേപിച്ചാൽ 2 കോടി വരെയുള്ള റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട്. പിന്നെ മറക്കേണ്ട, ഈ മാസം 30-ാം തീയതി വരെയാണ്, അല്ലെങ്കിൽ അതുവരെയേ നിങ്ങൾക്ക് ഈ ഒരു NFOയിൽ നിക്ഷേപിക്കാനായിട്ട് അവസരമുള്ളൂ. അതായത് ഇനി 5 ദിവസം മാത്രം. ഈ NFOയെ കുറിച്ച് കൂടുതൽ അറിയുവാനും നിക്ഷേപിക്കുവാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും മതി. അക്കാലത്തെ മറ്റ് കപ്പലിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ നമ്മുടെ കലിഫോർഡിൻ്റെ കയ്യിലുള്ള മോക്ക ഫ്രിഗേറ്റ് എന്ന് പറയുന്ന ആ ഒരു പൈറേറ്റ് കപ്പലിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അതിന് 4 ചേസ് ഗണ്ണുകളുണ്ടായിരുന്നു. ഇതിനെ ബോസ് ചേസേഴ്സ് എന്നൊക്കെ വിളിക്കാറുണ്ട്. കപ്പലിൻ്റെ മുൻഭാഗത്ത് ഘടിപ്പിച്ചിരിക്കുന്ന
ഇത്തരം തോക്കുകളുടെ അല്ലെങ്കിൽ പീരങ്കികളുടെ റീകോയിൽ നിമിത്തം പീരങ്കി പ്രയോഗിക്കുമ്പോൾ ആ കപ്പലിന് തന്നെ കേടുപാട് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സാധാരണ ചരക്ക് കപ്പലുകളിൽ ഇത്തരം ഈ ഫോർചേസ് ഗണ്ണുകൾ ഉണ്ടാവാറില്ല. പക്ഷേ ഈ മോക്ക ഫ്രിഗേറ്റിന്, റെസൊല്യൂഷൻ എന്ന് ഇപ്പോഴും ഇവർ പേരിട്ടിരിക്കുന്ന ഈ മോക്ക ഫ്രിഗേറ്റിന് ഇത്തരം ഗണ്ണുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോർട്ടുഗീസ് കപ്പലുകൾ പൈറേറ്റുകളെ എതിടാതെ രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചത്. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടോടിയ ഈ 3 പോർട്ടുഗീസ് കപ്പലുകളിൽ 2 നമ്മുടെ കൊല്ലം തുറമുഖത്തേക്ക് കയറി രക്ഷപ്പെടുകയാണ് ചെയ്തത്. കൊല്ലത്ത് അക്കാലത്ത് ഡച്ചുകാരുടെ ഒരു താവളം ഉണ്ടായിരുന്നു. 1552 പോർട്ടുഗീസുകാരാണ് സെയിൻറ്റ് തോമസ് ഫോർട്ട് എന്ന തങ്കശ്ശേരി കോട്ട അവിടെ നിർമ്മിച്ചത്. പിന്നീട് 1659 ഡച്ചുകാർ ഇത് കൈവശപ്പെടുത്തി. കലിഫോർണിന്റെ പക്കൽ നിന്നും രക്ഷപ്പെട്ട പോർട്ടുഗീസ് കപ്പലുകൾ തീരത്തുണ്ടായിരുന്ന ഡച്ച് കപ്പലുകളുടെ പീരങ്കികളുടെ പരിധിയിലെത്തിയതോടെ പുറകെ വന്നിരുന്ന കലിഫോർഡ് പിൻവാങ്ങി. കൂടാതെ ഈ സെന്റ് തോമസ് കോട്ടയിലും, കൊല്ലത്തുള്ള ആ ഒരു കോട്ടയിലും പീരങ്കികളുണ്ടായിരുന്നു. പക്ഷേ തുറമുഖത്തേക്ക് കൃത്യസമയത്ത് എത്തിപ്പെടുവാൻ സാധിക്കാതിരുന്ന 3ാമത്തെ പോർട്ടുഗീസ് കപ്പൽ പൈറേറ്റുകളുടെ പിടിയിൽ അകപ്പെട്ടു. ചൈനയിൽ നിന്നും സിൽക്കും മറ്റും കയറ്റിക്കൊണ്ടുവന്ന ഒരു കപ്പലായിരുന്നു അത്. കപ്പൽ പിടിച്ച സന്തോഷത്തിൽ കലിഫോർഡും ഗില്ലിമും സ്റ്റൗട്ടും ഈ 3 പേരും ദിവസങ്ങളോളം മദ്യപിച്ച് ആഘോഷിക്കുക തന്നെയായിരുന്നു എന്നാണ് കപ്പലിൽ തടവുകാരനായിട്ടുണ്ടായിരുന്ന മുമ്പ് പറഞ്ഞ വില്യം വില്ലോക്ക് എഴുതിയിരിക്കുന്നത്. 4 ദിവസങ്ങൾ കൊണ്ടാണ് പോർട്ടുഗീസ് കപ്പലിലെ ചരക്കുകൾ അവർ സ്വന്തം കപ്പലുകളിലേക്ക് മാറ്റിയത്. അവസാനം ഫെബ്രുവരി 15 അവർ കപ്പൽ സ്വതന്ത്രമാക്കി വിട്ടു. കൂട്ടത്തിൽ വില്യം വില്ലോക്കിൻ്റെ കപ്പലിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ നാവികരെ കൂടി അതിൽ പറഞ്ഞു വിടുകയും ചെയ്തു. ഇപ്പോൾ ഈ വില്യം വില്ലോക്ക് മാത്രമേ ഇവരുടെ കയ്യിൽ തടവുകാരനായിട്ട് ഉള്ളൂ. ശേഷം ഔറംഗസേബ് എന്ന പേരുള്ള മറ്റൊരു ഇന്ത്യൻ കപ്പലും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അഡ്വൈസ് എന്ന മറ്റൊരു കപ്പലും കൂടി ഇവർ കൊള്ളയടിച്ചു. അതിനുശേഷം അവർ മാർച്ച് 6 മാലദ്വീപുകളിൽ എത്തിച്ചേർന്നു. ഇവിടെ 6 ആഴ്ചയോളം അവർ തിന്നും കുടിച്ചും കൂത്താടിയും കഴിഞ്ഞുകൂടി. ശേഷം ഈ 2 കപ്പലുകളും, അതായത് മോക്ക ഫ്രിഗേറ്റ് എന്ന് പറഞ്ഞ ആ റെസൊല്യൂഷനും ചാമിങ് മേരിയും, ഈ 2 കപ്പലുകളും ഇനി അങ്ങോട്ട് ഒരുമിച്ച് പോകണ്ട, ഇനി ഒരുമിച്ചുള്ള കൊള്ളകളൊന്നും വേണ്ട, അത്യാവശ്യം സാധനമൊക്കെ കിട്ടി വേർപിരിയാൻ തന്നെ അവരങ്ങ് തീരുമാനിച്ചു. കൂടുതൽ ആളുകളും ഈ കലിഫോർഡുള്ള റെസൊല്യൂഷൻ തന്നെയാണ് പോകുവാൻ വേണ്ടിയിട്ട് അവരങ്ങനെയാണ് തിരഞ്ഞെടുത്തത്. ബാക്കിയുണ്ടായിരുന്ന 40 പേരുമായിട്ട് ചാമിങ് മേരി എങ്ങോട്ടോ പോയി മറയുകയും ചെയ്തു. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല. കലിഫോർഡ് പിന്നീട് വീണ്ടും ഏപ്രിൽ മാസത്തിൽ കൊല്ലം ഭാഗങ്ങളിലേക്കാണ് തിരികെ വന്നത്. കപ്പലിലേക്ക് മദ്യം സംഭരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്. കേരളത്തിലെ ചാരായത്തിൻ്റെ ഉപയോഗം വളരെ കാലം മുമ്പ് തന്നെ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാം. 13ഉം 14ഉം നൂറ്റാണ്ടുകളിൽ മുഗൾ കാലഘട്ടം മുതൽ കൂടുതൽ വീര്യമുള്ള ചാരായത്തിൻ്റെ ഉൽപ്പാദനം കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്നതാണ്. 1799 ഫ്രാൻസിസ് ബിക്കാനൻ എന്ന് പറഞ്ഞ ഒരാൾ കേരളത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ കള്ള് ചെത്തുന്നതിൻ്റെയും ചാരായം വാറ്റുന്നതിൻ്റെയും ഒക്കെ രീതികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കൊല്ലം ഭാഗങ്ങളിൽ നിന്നും ഇവർക്ക് ആവശ്യമുള്ള ഭക്ഷണം, ചാരായം, അങ്ങനെയുള്ള എല്ലാ ആവശ്യ സാധനങ്ങളും വാങ്ങിയ ശേഷം ഇവർ ഈ മോക്ക ഫ്രിഗേറ്റിലെ കലിഫോർഡും കൂട്ടരും അവർ പിന്നീട് ലക്ഷദ്വീപിലേക്കും അതിനുശേഷം ഇന്തോനേഷ്യയിലെ സുമാത്രയിലുള്ള ആർച്ചെ തുറമുഖം ലക്ഷ്യമാക്കിയും അവർ നീങ്ങി. ആ യാത്രയിൽ നിക്കോബാർ ദ്വീപുകളിൽ എവിടെയോ വെള്ളത്തിനായിട്ട് അവർ ഇറങ്ങുകയും ചെയ്തിരുന്നു. ശേഷം ആർച്ചെ ലക്ഷ്യമാക്കി നീങ്ങുമ്പോഴാണ് ഒരു പോർട്ടുഗീസ് കപ്പൽ അവർ കാണുന്നത്. ഉടനടി അത് പിടിച്ചെടുത്തിട്ട് അവർ സാധനങ്ങൾ കൊള്ളയടിക്കുവാൻ തുടങ്ങി. 1697 ജൂൺ മാസമായിരുന്നു അത്. എന്നാൽ ഇവർ മുമ്പിറങ്ങിയ നിക്കോബാറിൽ നിന്നും ആവശ്യത്തിന് ജലം ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കപ്പലിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ക്യാപ്റ്റൻ റാൽഫ് സ്കൗട്ടും കുറച്ച് ആളുകളും ഒരു ബോട്ട് എടുത്തിട്ട് സുമാത്ര ലക്ഷ്യമാക്കി, കുറച്ച് അകലെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സുമാത്ര ഉള്ളത്, അങ്ങോട്ട് ലക്ഷ്യമാക്കിയിട്ട് നീങ്ങി. അവിടെ തീരത്ത് ഒരു ബോട്ട് കിടക്കുന്നത് കണ്ടിട്ട് അത് കൈക്കലാക്കാം എന്ന് കരുതിയിട്ട് അവരെന്ത് ചെയ്തു, അവർ തങ്ങളുടെ ബോട്ട് കരയിലേക്ക് ചേർത്ത ആ ഒരു നിമിഷം അടുത്തുള്ള കുറ്റിക്കാടുകളിൽ ഒളിച്ചിരുന്നിരുന്ന മലയ് വർഗ്ഗക്കാർ ചാടി ഇവരുടെ മുകളിലേക്ക് വീഴുകയും ഈ റാൽഫ് സ്കൗട്ട് ഉൾപ്പെടെ ഒരു 3 പേരെ അവർ വധിക്കുകയും ചെയ്തു. ബാക്കിയുള്ള 3 പേര് ഓടി തിരികെ ബോട്ടിൽ കയറി രക്ഷപ്പെട്ടു. 4 ഇന്ത്യക്കാർ ഈ ബോട്ടിലുണ്ടായിരുന്നു. അവർ ഈ ഇങ്ങോട്ടേക്ക് ഇറങ്ങാതെ ഇരുന്നത് കൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ ഈ ഓടി വന്ന ആളുകളെയും കൊണ്ട് തിരിച്ച് തുഴഞ്ഞിട്ട് ഈ കപ്പലിലേക്ക് രക്ഷപ്പെട്ട് മടങ്ങുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. വിക്കിപീഡിയയിൽ ഈ സ്റ്റൗട്ട് ലക്ഷദ്വീപിൽ വെച്ച് വധിക്കപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ അത് ശരിയല്ല. സ്റ്റൗട്ട് കൊല്ലപ്പെട്ടത് സുമാത്രൻ തീരത്ത് വെച്ചിട്ട് തന്നെയാണ്. ഇതിനുശേഷം മഡഗാസ്കർ ലക്ഷ്യമാക്കി നീങ്ങിയ കലിഫോർഡ് 1697 ഡിസംബർ 22 11 മാസങ്ങളായിട്ട് ഈ മോക്ക ഫ്രിഗേറ്റ് എന്ന് പറഞ്ഞ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ ആ ഒരു കപ്പലിൽ തടവുകാരനായിട്ടുണ്ടായിരുന്ന നമ്മുടെ ക്യാപ്റ്റൻ വില്യം വില്ലോക്കിനെ വിട്ടയക്കുകയും ചെയ്തു. പിന്നീട് 1698 മാർച്ചിലോ ഏപ്രിലോ ആണ് ഈ മോക്ക ഫ്രിഗേറ്റ് എന്ന് പറഞ്ഞ ഈ റെസൊല്യൂഷൻ മഡഗാസ്കറിലെ സെന്റ് മേരി ദ്വീപിൽ എത്തിച്ചേരുന്നത്. ഇവിടെ വെച്ചാണ് ക്യാപ്റ്റൻ കിഡും കലിഫോർഡും തമ്മിൽ ഒരിക്കൽ കൂടി കണ്ടുമുട്ടുന്നത്. എന്തുകൊണ്ടാണ് ഈ കിഡും കലിഫോർഡും മഡഗാസ്കറിലെ ഈ സെന്റ് മേരി ദ്വീപിലേക്ക് തന്നെ അത് ലക്ഷ്യമാക്കിയിട്ട് വന്നത്? അതിന്
മറ്റൊരു വലിയ കാരണമുണ്ട്. ഈ രണ്ടുപേരും, ക്യാപ്റ്റൻ കിഡ് പ്രൈവറ്റിയർ ആണ്, മറ്റേ കലിഫോർഡ് ശരിക്കുള്ള ഒരു പൈറേറ്റ് തന്നെയാണ്. ഇവർ രണ്ടുപേരും സെന്റ് മേരി ദ്വീപിൽ വന്നത് ആദം ബോൾഡ്രിഡ്ജ് എന്ന് പറഞ്ഞ ഒരാളെ കാണുവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആരാണ് ഈ ബോൾഡ്രിഡ്ജ്? കരയിൽ ബിസിനസ് ചെയ്തിരുന്ന ഒരു പൈറേറ്റ് ആണ് നമ്മുടെ ഈ ബാൾഡ്രിഡ്ജ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ന്യൂയോർക്കുകാരനായിട്ടുള്ള ഇയാൾ തുടക്കത്തിൽ ജമൈക്കയിലായിരുന്നു. അവിടുന്ന് ഒരു കൊലപാതക കുറ്റമൊക്കെ ആരോപിക്കപ്പെട്ട ശേഷം ഇയാൾ അവിടെ നിന്ന് മുങ്ങിയിട്ട്, ജമൈക്കയിൽ നിന്ന് മുങ്ങിയിട്ട് പിന്നെ പൊങ്ങിയത്, ഈ ബാൾഡ്രിഡ്ജ് പൊങ്ങിയത് നമ്മുടെ ഈ സെന്റ് മേരി ദ്വീപിലാണ്. 1690 ഇവിടെ എത്തിയ ഇയാൾ എങ്ങനെയോ ഇവിടെ മേൽക്കോയ്മ നേടിയെടുക്കുകയും തീരത്തോട് ചേർന്ന് തന്നെ ചെറിയൊരു കോട്ട നിർമ്മിക്കുകയും ചെയ്തു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കപ്പലുകൾ കൊള്ളയടിച്ചിട്ട് തിരികെ വരുന്ന പൈറേറ്റ് ഷിപ്പുകൾ ഈ വെള്ളത്തിനും ഭക്ഷണത്തിനും ഒക്കെ ആയിട്ട് സെന്റ് മേരിയിൽ വരുന്നത് പതിവായിരുന്നു. ഇതാണ് നമ്മുടെ ഈ ബാൾഡ്രിഡ്ജ് തൻ്റെ ബിസിനസ്സാക്കി മാറ്റിയത്. പൈറേറ്റുകൾക്ക് ഭക്ഷണം, വെള്ളം, പെണ്ണ്, വീഞ്ഞ്, മദ്യം ഇതൊക്കെ കൊടുക്കുന്ന ഒരു കേന്ദ്രമാക്കിയിട്ട് ഈ സെന്റ് മേരിയെ വികസിപ്പിക്കുകയാണ് ഈ ബാൾഡ്രിഡ്ജ് ചെയ്തത്. ഇവിടെ വരുന്ന കൊള്ളക്കാരുടെ കപ്പലിൽ നിന്നും സിൽക്കും സ്വർണവും വെള്ളിയും മറ്റും വാങ്ങിയാണ് ഇതൊക്കെ പകരമായിട്ട് കൊടുത്തിരുന്നത്. ചുരുക്കത്തിൽ പൈറേറ്റുകൾക്ക് ഭയമില്ലാതെ അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കാൻ പറ്റുന്ന ഒരു കരിഞ്ചന്തയായിട്ട് മാറി ഈ സെന്റ് മേരി ദ്വീപ്. കൊള്ളക്കാരിൽ നിന്നും വാങ്ങുന്ന സാധനങ്ങൾ ന്യൂയോർക്കിൽ നിന്നും വരുന്ന വ്യാപാരികൾക്ക് മറിച്ച് വിറ്റിട്ടാണ് അവരിൽ നിന്ന് മദ്യവും കപ്പലുകൾക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളും ഈ ബാൾഡ്രിഡ്ജ് വാങ്ങിയിരുന്നത്. ഇതല്ലാതെ അടിമക്കച്ചവടവും ഇയാൾക്കുണ്ടായിരുന്നു. ദ്വീപിലെ മലഗാസി ഗോത്രത്തിൽപ്പെടുന്ന പാവങ്ങളെയാണ് ഇയാൾ പിടികൂടിയിട്ട് അടിമകളാക്കി വിറ്റിരുന്നത്. എന്നാൽ ഇത് അധികം നാൾ തുടരാനായിട്ട് അയാൾക്ക് സാധിച്ചില്ല. ദ്വീപിലെ ആളുകൾ തനിക്കെതിരെ തിരിയുമെന്ന് തോന്നിയ ഒരു ഘട്ടത്തിൽ ന്യൂയോർക്കിലേക്ക് പോകുന്ന ഒരു കപ്പലിൽ രഹസ്യമായിട്ട് തൻ്റെ സമ്പത്തെല്ലാം അയാൾ കയറ്റി. ശേഷം ദ്വീപിൽ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന മലഗാസി വേലക്കാരെയും അവരുടെ ബന്ധുക്കളെയും തന്നെ സഹായിച്ച ദ്വീപിലെ മറ്റാളുകളെയും ഒരു പാർട്ടി കൊടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബാൾഡ്രിഡ്ജ് ഇതേ കപ്പലിലേക്ക് തന്നെ ക്ഷണിച്ചു വരുത്തി. അവർ കപ്പലിൽ കയറിയ അതേ നിമിഷം ബാൾഡ്രിഡ്ജ് അവരെ തടവുകാരായിട്ട് പിടിക്കുകയും ചെയ്തു. അതിനുശേഷം അടിമകളാക്കിയിട്ട് അതേ കപ്പലിൽ അവിടെ നിന്ന് ഇയാൾ സ്ഥലം വിടുകയും ചെയ്തു. അതോടുകൂടി കരയിലുണ്ടായിരുന്ന ദ്വീപ് നിവാസികൾ അവരാകെ രോഷാകുലരായി, അവർ അക്രമാസക്തരായി. അവർ ബാൾഡ്രിഡ്ജിൻ്റെ കോട്ട ആക്രമിച്ചിട്ട് കുടിച്ച്, ആ സമയത്ത് അതിനകത്ത് കുടിച്ച് കൂത്താടി കിടന്നിരുന്ന പൈറേറ്റുകളെ മുഴുവൻ അവർ വധിക്കുകയും ചെയ്തു. ശേഷം ന്യൂയോർക്കിൽ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ന്യൂയോർക്കിലെത്തിയ ബാൾഡ്രിഡ്ജ് സെന്റ് മേരി ദ്വീപിലെ ഗവർണറായിട്ട് തിരികെ വരാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം കൂടി നടത്തിയെങ്കിലും അതൊന്നും വിജയിച്ചില്ല. 1697 ഇയാൾ സെന്റ് മേരിയിൽ നിന്നും കടന്നു കളഞ്ഞത്. ഈ ആദം ബാൾഡ്രിഡ്ജ് ഇവിടെ നിന്ന് പോയത് അറിയാതെയാണ് 1698 തുടക്ക ഭാഗത്ത് ഈ റോബർട്ട് കലിഫോർഡ് സെന്റ് മേരിയിൽ ഈ മോക്ക ഫ്രിഗേറ്റുമായിട്ട് എത്തുന്നത്. ബാൾഡ്രിഡ്ജിന് കുറച്ച് സാധനങ്ങളൊക്കെ വിറ്റ ശേഷം സെന്റ് മേരിയിൽ കുറച്ച് മാസങ്ങൾ സന്തോഷമായിട്ട് കുടിച്ചും പെണ്ണുപിടിച്ചും ഒക്കെ ജീവിക്കാം എന്നൊക്കെ കരുതി ഇങ്ങോട്ടേക്ക് വന്നപ്പോഴാണ് ഇങ്ങനൊരു വാർത്ത കലിഫോർഡ് അറിയുന്നത്. എന്നാൽ ഈ കലിഫോർഡിന് നിരാശപ്പെടേണ്ട ആവശ്യമൊന്നും വന്നില്ല. ബാൾഡ്രിഡ്ജ് ഉപേക്ഷിച്ചു പോയ കോട്ടയും കച്ചവടവും മറ്റൊരാൾ ഏറ്റെടുത്ത് വിജയകരമായിട്ട് നടത്തുവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എഡ്വേർഡ് വെൽഷ് എന്നായിരുന്നു അയാളുടെ പേര്. വളരെ ചെറുപ്പത്തിൽ തന്നെ ന്യൂ ഇംഗ്ലണ്ടിൽ നിന്നും മഡഗാസ്കറിൽ എത്തിപ്പെട്ട വെൽഷിന് നാട്ടുകാരുടെ ഭാഷയും വിശ്വാസവും കൈക്കലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലിറ്റിൽ കിങ് എന്നാണ് ആളുകൾ വെൽഷിനെ വിളിച്ചിരുന്നത്. വെൽഷ് തകർന്നുപോയ ബാൾഡ്രിഡ്ജിന്റെ കോട്ട നന്നാക്കിയെടുക്കുകയും മദ്യവും പെണ്ണുങ്ങളെ നിറച്ചിട്ട് ഈ ബിസിനസ് വീണ്ടും കൊഴിപ്പിക്കുകയും ചെയ്തു. സുരക്ഷയ്ക്കായിട്ട് കോട്ടയ്ക്ക് ചുറ്റും 6 പീരങ്കികളും വെൽഷ് സ്ഥാപിച്ചു. കൂടാതെ മഡഗാസ്കറിൽ സ്ഥിരമായിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്ന പൈറേറ്റുകൾക്ക് പ്രത്യേക സഹായവും വെൽഷ് ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും കലിഫോർഡ് ആഗ്രഹിച്ചു തന്നെ നടന്നു. വെൽഷിന്റെ കോട്ടയിലെത്തിയ കലിഫോർഡും കൂട്ടരും തിന്നും കുടിച്ചും ആഘോഷിക്കുമ്പോഴാണ് അങ്ങകലെ നിന്നും മറ്റൊരു വലിയ കപ്പൽ സെന്റ് മേരിയുടെ തുറമുഖത്തേക്ക്, ആ തുറമുഖം ലക്ഷ്യമാക്കി നീങ്ങി വരുന്നത് അവർ കണ്ടത്. ആ വരുന്നത് സാക്ഷാൽ ക്യാപ്റ്റൻ കിഡ് തന്നെയാണ് എന്ന് തോണിക്കാരിൽ നിന്നും മനസ്സിലായതോടെ കലിഫോർഡ് ചെറുതായിട്ടൊന്ന് ഭയന്നു. കിഡ് തൻ്റെ കപ്പൽ ആക്രമിക്കൂ എന്ന സംശയത്താൽ കലിഫോർഡ് വെൽഷിന്റെ കോട്ടയിൽ നിന്നും പിന്നീട് പുറത്തേക്ക് വന്നതേയില്ല. ഈ സമയം തീരത്ത് നിന്നും 4 മൈൽ മാറിയുള്ള വെൽഷിന്റെ കോട്ട കിഡ് കണ്ടിട്ടുണ്ടായിരുന്നു. കൂടാതെ തുറമുഖത്ത് തന്നെ 4 പീരങ്കികൾ വെൽഷ് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പീരങ്കികളുടെ അരികിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ചുരുക്കത്തിൽ സാധനങ്ങൾ വിൽക്കുവാൻ വരുന്ന പൈറേറ്റുകളെ അല്ലാതെ മറ്റൊരാളെയും വെൽഷ് അവിടെ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ പീരങ്കികളുടെ അടുത്ത് ആളുകളെയൊന്നും അയാൾ വെക്കാതിരുന്നത്. തുറമുഖം അപ്പോൾ വളരെ ശാന്തമായിരുന്നു. കുറച്ച് തിമിംഗലങ്ങൾ കടലിൽ കുത്തിമറിയുന്നതല്ലാതെ മറ്റൊരനക്കവും അവിടെ ഉണ്ടായിരുന്നില്ല. തൻ്റെ സ്പൈ ഗ്ലാസ്സിലൂടെ അകലേക്ക് നോക്കിയ കിഡിന് അങ്ങകലെ കിടക്കുന്ന ഒരു കപ്പല് പൈറേറ്റ് ഷിപ്പാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ പിടികിട്ടി. ഒരു കപ്പൽ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു പൈറേറ്റുകൾ അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് കപ്പലിൽ കുറേയേറെ മാറ്റങ്ങൾ വരുത്താറുണ്ട്. അത് കണ്ടിട്ടാണ് ഈ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഈ മോക്ക ഫ്രിഗേറ്റ് ഒരു കൊള്ളക്കപ്പലാണ് എന്ന് കിഡിന് പിടികിട്ടിയത്. നാട്ടുകാർ ബോട്ടിൽ അടുത്ത് വന്ന് സംസാരിക്കാൻ തുടങ്ങിയതോടെ ആ കിടക്കുന്നത് സാക്ഷാൽ കലിഫോർഡിന്റെ കപ്പലാണ് എന്ന് കിഡിന് പിടികിട്ടുകയും ചെയ്തു.
എന്നാൽ കിഡ് ആക്രമിക്കാനായിട്ട് തുനിഞ്ഞില്ല. തൻ്റെ കൂടെ ആകെയുള്ള 40ഓളം ആളുകളിൽ ഭൂരിഭാഗം ആളുകൾക്കും അവർ രോഗം ബാധിച്ചിട്ട് അവശരാണ്. മാത്രമല്ല അഡ്വഞ്ചർ ആകെ ലീക്കായിട്ട് മുങ്ങുന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. 2 മണിക്കൂറുകളുടെ ഷിഫ്റ്റിൽ 8 പേര് തുടർച്ചയായിട്ട് പമ്പ് പ്രവർത്തിപ്പിക്കുന്നത് കൊണ്ടാണ് അഡ്വഞ്ചർ ഇപ്പോഴും വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ ബാക്കിയുള്ള 2 കപ്പലുകൾ കിതാ മർച്ചൻറ്റും നമ്മുടെ നവംബറും എത്തിച്ചേരുന്നത് വരെ ഈ കലിഫോർഡിനെ ആക്രമിക്കേണ്ട അതുവരെയും കാത്തു നിൽക്കുവാൻ തന്നെ കിഡ് തീരുമാനിച്ചു. കിഡിനും കലിഫോർഡിനും എതിരാളികളുടെ സംഘബലം വ്യക്തമായിട്ട് അറിയില്ലാത്തത് കൊണ്ടായിരുന്നു അവർ ശരിക്കും ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നത്. 2 പേരുടെയും കപ്പലുകളിൽ ഏതാണ്ട് 30ഓളം പീരങ്കികളാണ് ഉള്ളത്. എന്നാൽ മറ്റ് 2 ഷിപ്പുകൾ കൂടി ഇങ്ങോട്ടേക്ക് വരുന്നതോടെ കിഡിന് കലിഫോർഡിനെ പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്തുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ കിഡ് തന്ത്രപൂർവ്വം ഈ തുറമുഖത്തിൻ്റെ തുറമുഖത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്ന ആ ഒരു ഭാഗത്ത് കവാടത്തിൽ തന്നെയാണ് കപ്പലിട്ടിരുന്നത്. കിഡ് അറിയാതെ കലിഫോർഡിന് തൻ്റെ കപ്പലുകളൊക്കെ ആയിട്ട് ഇവിടുന്ന് ഇനി പോകാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഇതേ സമയം കലിഫോർഡ് കുറച്ചുകൂടി ഉള്ളിലുള്ള ഒരു മലഗാസി ഗ്രാമത്തിൽ ഒളിച്ചു കഴിയുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം കിഡ് തൻ്റെ വിശ്വസ്തരായിട്ടുള്ള കുറച്ച് ആളുകളെയും കൂട്ടിയിട്ട് വലിയൊരു പെട്ടിയുമായിട്ട് തീരത്തുള്ള നമ്മുടെ കുന്നിൻ്റെ മുകളിലുള്ള വെൽഷിൻ്റെ കോട്ടയിലേക്ക് ചെന്നു. ഇത് കണ്ടതോടെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ആ പെട്ടി നിറയെ ഒപ്പിയം വിറ്റ് കിട്ടിയ സ്വർണത്തിൻ്റെ ബാറുകളാണ് എന്നൊക്കെ സംശയം പ്രകടിപ്പിച്ചു തുടങ്ങി. ഈ ക്യാപ്റ്റൻ കിഡ് എന്തുകൊണ്ടാണ് തൻ്റെ സ്വകാര്യ സ്വത്തിൻ്റെ ഒരു ഭാഗം, തൻ്റെ ഒരു സമ്പത്തിൻ്റെ ഒരു ഭാഗം ഈ വെൽഷിൻ്റെ കോട്ടയിലേക്ക്, ഈ മഡഗാസ്കറുള്ള ഈ ഒരു കോട്ടയിലേക്ക് മാറ്റിയത് എന്ന് ഇന്നും നമുക്ക് പിടികിട്ടാത്തൊരു കാര്യമാണ്. ഒരു പക്ഷേ പീരങ്കികളും മറ്റുമൊക്കെയുള്ള ഈ കോട്ടയിൽ ഇത് സുരക്ഷിതമായിട്ട് ഇരിക്കുമെന്നും പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ തിരിച്ചു വന്നിട്ട് ഇത് എടുക്കാം എന്നൊക്കെയായിരിക്കും കിഡ് കരുതിയിട്ടുണ്ടാവുക. ഇത്തരത്തിൽ നീണ്ട 1.25 മാസമാണ് കിഡും കലിഫോർഡും പരസ്പരം കാണാതെ ഈ സെൻറ് മേരി ദ്വീപിൽ കഴിച്ചുകൂട്ടിയത്. കിഡ് തൻ്റെ കപ്പലിലും നമ്മുടെ കലിഫോർഡ് ഉള്ളിലുള്ള ഒരു മലഗാസി ഗ്രാമത്തിലുമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അവസാനം 1698 മെയ് 6 കിഡിൻ്റെ 2ാമത്തെ കപ്പലായിട്ടുള്ള നവംബർ ഈ സെൻറ് മേരിയിൽ എത്തിച്ചേർന്നു. നവംബർ അഡ്വഞ്ചറിൻ്റെ തൊട്ടരിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും 2 കപ്പലുകളിലെയും ആളുകൾ ആഹ്ലാദത്തോടെ ഒച്ചയൊക്കെ ഇട്ടിട്ട് സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പങ്കുവെച്ചു. എന്നാൽ ഈ നവംബർ എന്ന് പറഞ്ഞ ആ ഒരു കപ്പൽ അഡ്വഞ്ചറിൻ്റെ അരികിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നവംബറിലെ ആളുകൾ ഈ കിതാ മർച്ചൻ്റ് എന്ന് പറഞ്ഞ 3ാമത്തെ കപ്പൽ എത്തിയോ എന്ന് അഡ്വഞ്ചറിലെ നാവികരോട് ഉറക്കെ വിളിച്ചു ചോദിച്ചു. ഇല്ല എന്ന് കേട്ടതോടെ നവംബർ അഡ്വഞ്ചറിൻ്റെ അരികിലൂടെ നീങ്ങിയിട്ട് തുറമുഖത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കരീൻകി എന്ന് പറഞ്ഞൊരു ചെറിയൊരു ദ്വീപുണ്ട്, അങ്ങോട്ടേക്ക് ചെല്ലുകയും അവിടെ നങ്കൂരമിടുകയും ചെയ്തു. കാരണം ഈ നവംബറിലെ ഭൂരിഭാഗം നാവികർക്കും ഇനിയും കിഡിൻ്റെ കൂടെ ചേരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കപ്പൽ തീരമണഞ്ഞതോടെ നാവികർ കരയിൽ ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ വെൽഷിൻ്റെ മധ്യശാലയിലേക്കാണ് പോയത്. അവർ അവിടെ ഉണ്ടായിരുന്ന കലിഫോർഡിൻ്റെ ആളുകളൊക്കെ ആയിട്ട് സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. അപകടം മണത്ത കിഡ് വലിയ കപ്പലായിട്ടുള്ള കിതാ മർച്ചൻ്റ് വരുവാൻ വേണ്ടിയിട്ട് കാത്തു. ഭാഗ്യത്തിന് ഒരാഴ്ചയ്ക്ക് ശേഷം കിതാ മർച്ചൻറ്റും സെൻറ് മേരിയിൽ എത്തിച്ചേർന്നു. ആ കപ്പലും കുറച്ച് മാറി മറ്റൊരിടത്താണ് നങ്കൂരമിട്ടത്. അതിൻ്റെ ഉള്ളിലെ നാവികരും കരയിലിറങ്ങി നേരെ വെൽഷിൻ്റെ ആ ഒരു മധ്യശാലയിലേക്കാണ് അവരും പോയത്. അങ്ങനെ അവസാനം കിഡിൻ്റെ 3 കപ്പലുകളും ഇപ്പോൾ ഈ സെൻറ് മേരി ദ്വീപിൻ്റെ പരിസരങ്ങളിൽ ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ അവസാനത്തെ കപ്പലായിട്ടുള്ള നമ്മുടെ കിതാ മർച്ചൻറ്റും കൂടി എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അത് കഴിഞ്ഞിട്ട് 2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കിഡ് എല്ലാ ഷിപ്പുകളിലെയും ആളുകൾക്ക് സകലരും കിതാ മർച്ചൻറ്റിൽ എത്തിച്ചേരണം എന്നുള്ളൊരു സന്ദേശം കൊടുത്തയച്ചു. അവസാനം 115 ആളുകളാണ് ഈ കിഡ് വിളിച്ചത് കേട്ടിട്ട് കിതാ മർച്ചൻറ്റിൽ എത്തിച്ചേർന്നത്. അവിടെ വെച്ച് കിഡ് തൻ്റെ പദ്ധതികൾ അവരോട് വിവരിച്ചു. നമ്മൾ ഒത്തുചേർന്നിട്ട് കലിഫോർഡിനെ കീഴടക്കിയിട്ട് തടവിലാക്കുക, ശേഷം അയാളെയും കൊണ്ട് സകല ചരക്കുകളൊക്കെ ആയിട്ട് ലണ്ടനിലേക്ക് മടങ്ങുക. ഇത് കേട്ടതോടെ ഡെക്കിലാകെ ബഹളവും ചീത്തവിളിയും തുടങ്ങി. കാലിഫോർഡിനെയല്ല തന്നെയാണ് കൊല്ലേണ്ടത് എന്ന് ആളുകൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. 2 വർഷങ്ങൾ കടലിൽ കഴിഞ്ഞ നാവികർ അവരുടെ കൂലിയും വിഹിതവും ആവശ്യപ്പെട്ട് അലറുവാനായിട്ട് തുടങ്ങി. അവസാനം അവർ വോട്ടിംഗ് ചെയ്യാൻ തീരുമാനിക്കുകയും 15-നെതിരെ 100 വോട്ടുകൾക്ക് കിഡിൻ്റെ നിർദ്ദേശം തള്ളിക്കളയുകയും ചെയ്തു. അങ്ങനെ 2ാം വട്ടവും കലിഫോർഡ് കിഡിനെ പരാജയപ്പെടുത്തി. ദേഷ്യം വന്ന കിഡ് സകലരെയും ശപിച്ചുകൊണ്ട് തൻ്റെ കപ്പലിലേക്ക് മടങ്ങുകയും ചെയ്തു. എന്നാൽ പിറ്റേന്ന് രാവിലെ മുതൽ കഥ മാറുവാൻ തുടങ്ങി. നവംബറിലെയും കിതാ മർച്ചൻറ്റിലെയും ആളുകൾ കരയിലിറങ്ങിയിട്ട് കലിഫോർഡിനെ തിരയുവാൻ തുടങ്ങി. മറ്റുള്ളവർ കിതാ മർച്ചൻറ്റിൽ നിന്നും ചരക്കുകൾ കരയിലേക്ക് മാറ്റുവാനും തുടങ്ങി. ഇത് കണ്ടതോടെ തൻ്റെ വിശ്വസ്തരായിട്ടുള്ള 14 പേരെയും കൂട്ടി ആയുധങ്ങളൊക്കെ ആയിട്ട് കിഡ് അങ്ങോട്ടേക്ക് പാഞ്ഞു ചെന്നു. കിഡിൻ്റെ കൂടെ വില കൊടുത്ത് വാങ്ങിയ കുറച്ച് മലഗാസി അടിമകളും കുന്തങ്ങളൊക്കെ ആയിട്ട് കൂടെ ഉണ്ടായിരുന്നു. 2ഉം കൽപ്പിച്ചുള്ള കിഡിൻ്റെ വരവ് കണ്ടതോടെ ഈ ചരക്കുകൾ താഴോട്ട് ഇറക്കിക്കൊണ്ടിരുന്ന ആളുകൾ ഭയന്നിട്ട് ചരക്ക് ഇറക്കുന്ന ജോലി തൽക്കാലത്തേക്ക് അവർ നിർത്തിവെക്കുകയും ചെയ്തു. ശേഷം 150 കെട്ട് ചരക്കുകൾ അവരെ കൊണ്ട് തന്നെ കിഡ് ഈ കിതാ മർച്ചൻറ്റിലേക്ക് തിരികെ കയറ്റിച്ചു. ഇതേസമയം മറ്റുള്ളവർ ഉൾഗ്രാമത്തിലുണ്ടായിരുന്ന കലിഫോർഡിനെ കണ്ടെത്തുകയും തങ്ങളുടെ നായകൻ അല്ലെങ്കിൽ തങ്ങളെ നയിക്കുവാൻ വേണ്ടിയിട്ട് അയാളോട് ആവശ്യപ്പെടുകയും ചെയ്തു. കലിഫോർഡ് അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ 2 മാസങ്ങൾക്ക് ശേഷം തീരത്തേക്ക് ഭയം കൂടാതെ മടങ്ങി വന്ന കലിഫോർഡ് തൻ്റെ കപ്പലായ റെസൊല്യൂഷൻ എന്ന മോക്ക ഫ്രീഗേറ്റിൽ ചെന്ന് ചാർജ് എടുത്തു.
അന്നത്തെ ദിവസം 96 ആളുകളാണ് നമ്മുടെ ഈ കിഡിനെ വിട്ടിട്ട് കലിഫോർണിൻ്റെ കൂടെ ചേർന്നത്. തീരെ കുട്ടികളായിട്ടുണ്ടായിരുന്ന ക്യാബിൻ ബോയ്സ്, പിന്നെ അവശരും പ്രായമുള്ളവരും, ഇനി കൊള്ള ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്തവർ, അങ്ങനെയുള്ള കുറച്ച് പേര് മാത്രം, ആകെ 15 പേർ മാത്രമാണ് കിഡിൻ്റെ കൂടെ നിൽക്കുവാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തത്. എന്നാൽ കിഡോ കലിഫോർഡോ ഒരിക്കലും ചിന്തിക്കാതിരുന്ന ഒരാൾ അവസാനം കിഡിൻ്റെ കൂടെ ചേർന്നു. കലിഫോർഡിൻ്റെ കൂടെ ഗുജറാത്തിലെ ജയിലിൽ കിടന്നിരുന്ന, പിന്നീട് നാവിക കലാപം നടത്തി മോക്ക ഫ്രിഗേറ്റ് പിടിച്ചെടുത്ത ജെയിംസ് ഗില്ലിമായിരുന്നു അത്. ക്രൂരനും തികഞ്ഞ കടൽക്കൊള്ളക്കാരനൊക്കെ ആയിട്ടുള്ള ഗില്ലിം ഒരു പക്ഷേ കലിഫോർഡുമായിട്ട് ഉടക്കിയത് കൊണ്ടാവാം കിഡിൻ്റെ കൂടെ ചേർന്നത്. എന്നാൽ തനിക്കിനി കടൽക്കൊള്ളക്കാരനായിട്ട് ജീവിക്കേണ്ട എന്നൊക്കെയാണ് അയാൾ കിഡിനോട് പറഞ്ഞത്. എന്തായാലും അയാളും കിഡിൻ്റെ കൂടെ ചേർന്നു. ഇതേ സമയം ഈ മോക്ക ഫ്രിഗേറ്റിൽ കിഡിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 96 പേരും കലിഫോർഡിൻ്റെ കൂടെ ഇനി മിച്ചമുള്ള 20 പേരും കൂടിയിട്ട് ഒരു പുതിയ വോട്ടെടുപ്പ് നടത്തുകയും കൊള്ളയും പിടിച്ചുപറിയൊക്കെ തുടരാൻ വേണ്ടിയിട്ട് തന്നെ തീരുമാനമെടുക്കുകയും ചെയ്തു. ഇതിനിടെ കള്ള് തലയ്ക്ക് പിടിച്ച ചിലർ ക്യാപ്റ്റൻ കിഡിനെ വധിക്കുമെന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. വേറെ ചിലർ വെൽഷിൻ്റെ കോട്ട ആക്രമിച്ചിട്ട് കിഡ് അവിടെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന ആ ഒരു പെട്ടിയുണ്ടല്ലോ, അത് കണ്ടെടുത്തിട്ട് കൊള്ളയടിച്ചു. കൂടാതെ ആ പെട്ടിയിൽ കിഡ് സൂക്ഷിച്ചിരുന്ന ചില പ്രധാന രേഖകളും തെളിവുകളും ഒക്കെ അവർ കത്തിച്ചു കളയുകയും ചെയ്തു. എന്നാൽ ഇതിൻ്റെ ഇടയിലും, ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിനിടയിലും തൻ്റെ 2 കപ്പലുകൾ അഡ്വഞ്ചറും കിതാ മർച്ചൻറ്റും പരിരക്ഷിക്കുവാനായിട്ട് കിഡിന് സാധിച്ചു എന്നുള്ളതാണ് അത്ഭുതം. കിഡിനോട് നേരിട്ട് എതിർക്കുവാനായിട്ട് കലിഫോർഡിന് പോലും ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവരടങ്ങിയിരുന്നില്ല. തീരത്തോട് ചേർന്ന് കിടന്നിരുന്ന നവംബർ എന്ന് പറഞ്ഞ ആ കപ്പൽ കത്തിച്ച് കളഞ്ഞുകൊണ്ടാണ് അവർ കിഡിനോട് പ്രതികാരം ചെയ്തത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് 1698 ജൂൺ 15 ഈ കലിഫോർഡും കൂട്ടരും അവരെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്ത് നന്നാക്കിയെടുത്ത അവരുടെ സ്വന്തം കപ്പൽ മോക്ക ഫ്രിഗേറ്റ് അവിടെ നിന്നും അവർ യാത്രയായി. ഇതേ സമയം സെന്റ് മേരിയുടെ മണൽ തീരത്ത് ഇതും കണ്ടുകൊണ്ട് ക്യാപ്റ്റൻ കിഡ് നിൽപ്പുണ്ടായിരുന്നു. വിരലിൽ എണ്ണാവുന്നത്ര ആളുകളും 2 കൂറ്റൻ കപ്പലുകളും, ഇത്രയുമാണ് നമ്മുടെ ഈ കിഡിൻ്റെ കയ്യിൽ ഇനിയും അവശേഷിക്കുന്നത്. അവസാനം കിഡ് ഒന്ന് തീരുമാനിച്ചു. ചോർന്ന് മുങ്ങാറായിട്ടുള്ള അഡ്വഞ്ചർ ഇവിടെ അങ്ങ് ഉപേക്ഷിക്കുക. അതിലെ ചരക്കുകൾ കിതാ മർച്ചൻറ്റിലേക്ക് കയറ്റുക. അഡ്വഞ്ചറിൻ്റെ തടികൾ ഉപയോഗിച്ചിട്ട് കിതാ മർച്ചൻറ്റിൻ്റെ കേടുപാടുകൾ തീർത്ത ശേഷം അതിൽ കയറി ഇവിടെ നിന്നും പോവുക. കിഡ് മഡഗാസ്കറിൽ ഉപേക്ഷിച്ച അഡ്വഞ്ചർ എന്ന കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് ഇന്ന് പോലും പല ആളുകളും സംഘടനകളൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആർക്കും അത് കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല. ഇതേ സമയം നമ്മുടെ കിഡ് ഈ മിച്ചമുള്ള കിതാ മർച്ചൻറ്റ് അത് നന്നാക്കിയെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ദ്വീപിലുണ്ടായിരുന്ന മലഗാസുകളെ കൂടി വാടകയ്ക്ക് എടുത്തിട്ടാണ് അറ്റകുറ്റപ്പണികളൊക്കെ ഇദ്ദേഹം ചെയ്യിപ്പിച്ചിരുന്നത്. അതുമാത്രമല്ല, കിഡ് സാധാരണഗതിയിൽ ചെയ്യുന്നത് പോലെ ഞായറാഴ്ച എല്ലാവർക്കും അവധിയും നൽകി. അന്നത്തെ ദിവസം ഈ നാവികർ മലഗാസികളുടെ കൂടെ തിമിംഗില വേട്ടകൾക്ക് പോവുകയും തീരത്തുള്ള വേശ്യാലയങ്ങൾ സന്ദർശിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കിഡ് ആരെയും തടഞ്ഞില്ല. കാരണം ഇനിയും ആളുകൾ കുറഞ്ഞാൽ തനിക്കിനി കുടുംബം കാണുവാൻ സാധിക്കില്ല എന്ന് അയാൾക്കറിയാമായിരുന്നു. അങ്ങനെ സെപ്റ്റംബർ അവസാനം ഏതാണ്ട് 20 ആളുകളൊക്കെ ആയിട്ട് ക്യാപ്റ്റൻ കിഡ് സെന്റ് മേരിയിൽ നിന്നും യാത്ര തിരിച്ചു. ഇവിടെ മുതൽ കിഡ് കിതാ മർച്ചൻറ്റിനെ അഡ്വഞ്ചർ പ്രൈസ് എന്നാണ് വിളിച്ചിരുന്നത്. ഈ മഡഗാസ്കറിലെ ഏറ്റവും തെക്കുള്ള പോർട്ട് ഡോൾഫിനിലേക്കാണ് കിഡ് ആദ്യമേ പോയത്. അവിടെ നിന്നും ഭക്ഷണ സാധനങ്ങളും മറ്റും വാങ്ങുകയും കുറച്ച് മലഗാസികളെ കൂടി ജോലിക്കായിട്ട് എടുക്കുകയും ചെയ്തു. ഇനി അങ്ങോട്ടേക്ക് പ്രധാന തുറമുഖങ്ങളിലൊന്നും തന്നെ കപ്പലടുപ്പിക്കേണ്ട എന്നാണ് കിഡ് തീരുമാനിക്കുന്നത്. കാരണം ഇന്ത്യൻ അർമീനിയൻ രീതിയിലുള്ള ആ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന കിതാ മർച്ചൻറ്റിനെ അറ്റ്ലാന്റിക്കിൽ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് മോഷ്ടിച്ചുകൊണ്ട് വരുന്ന കപ്പലാണ് എന്ന് ആളുകൾക്ക് പിടികിട്ടും. അത് കൂടുതൽ പ്രശ്നങ്ങളൊക്കെ വഴിവെക്കുകയും ചെയ്യും. 3 പായ്മരങ്ങളുള്ള ഈ കിതാ മർച്ചൻറ്റിൽ ഇപ്പോൾ 22 ആളുകളും 5 ക്യാബിൻ ബോയ്സും കുറച്ച് മലഗാസികളും മാത്രമാണ് ഉള്ളത്. അതായത് പോകുന്ന വഴി ഒരു പോരാട്ടം ആവശ്യമായി വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ പ്രധാന ഷിപ്പിംഗ് ലൈൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട്, പ്രധാന തുറമുഖങ്ങൾ ഒഴിവാക്കിയിട്ട് പോകാം എന്ന് തന്നെ നമ്മുടെ ഈ കിഡ് തീരുമാനം എടുത്തത്. അങ്ങനെ അവസാനം ഏതാണ്ട് 10 മാസങ്ങൾക്ക് ശേഷം 1699 മാർച്ചിൽ കിഡ് കരീബിയൻ ഭാഗങ്ങളിൽ, അറ്റ്ലാന്റിക് ക്രോസ് ചെയ്തിട്ട് കരീബിയൻ ഭാഗങ്ങളിൽ എത്തിച്ചേർന്നു. ഇവിടെയുള്ള ഒരു മദ്യശാലയിലെ ചർച്ചകൾക്കിടയിലാണ് ക്യാപ്റ്റൻ കിഡിനെ ഒരു പൈറേറ്റായിട്ട് മുദ്ര കുത്തിയെന്നും ലോകത്തുള്ള സകലമാന ഇംഗ്ലീഷ് കോളനികളിലേക്കും അയാളെ പിടികൂടുവാനുള്ള ഉത്തരവുകൾ പോയിട്ടുണ്ട് എന്നുള്ള വിവരമൊക്കെ കിഡിൻ്റെ ആളുകൾക്ക് മനസ്സിലാവുന്നത്. ചുരുക്കത്തിൽ ഇനി അങ്ങോട്ടുള്ള ഒരു തുറമുഖത്തും കിഡിന് കപ്പലടുപ്പിക്കുവാനായിട്ട് സാധിക്കില്ല. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും മുഗൾ ചക്രവർത്തി ഔറംഗസേബിൻ്റെയൊക്കെ കനത്ത സമ്മർദ്ദം കാരണമാണ് രാജാവ് കിഡിനെ ഈ പൈറേറ്റായിട്ട് മുദ്ര കുത്തിയത്, അല്ലെങ്കിൽ അതിനിടയാക്കിയ ഒരു സാഹചര്യം ഉണ്ടായത്. കിതാ മർച്ചൻ്റ് കൈവശപ്പെടുത്തിയതായിരുന്നു ഏറ്റവും വലിയ കുറ്റം. കൂടാതെ കായംകുളത്ത് വന്ന് കരിഞ്ചന്തയിൽ സാധനങ്ങൾ വിറ്റഴിച്ചതും കിഡിനെതിരായിട്ട് മാറി. കോഴിക്കോട് ഉൾപ്പെടെയുള്ള ഇംഗ്ലീഷ് ക്യാമ്പുകളിൽ നിന്നും കിഡിനെതിരായിട്ടുള്ള അനേകം റിപ്പോർട്ടുകൾ ഇപ്പോൾ തന്നെ ലണ്ടനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ചുരുക്കത്തിൽ ക്യാപ്റ്റൻ ഹെൻറി എവരിയോടൊപ്പം കിഡ് പിടികിട്ടാത്ത പൈറേറ്റുകളുടെ കൂട്ടത്തിലാണ് ഇപ്പോഴും ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതേ സമയം ചക്രവർത്തി കീഴടങ്ങുവാനായിട്ട് താല്പര്യമുള്ള പൈറേറ്റുകൾക്ക് മാപ്പ് കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യൻ തീരങ്ങളിൽ കുഴപ്പങ്ങൾ സൃഷ്ടിച്ച പ്രമുഖരായിട്ടുള്ള ഹെൻറി എവരിക്കും ക്യാപ്റ്റൻ കിഡിനും ഈ മാപ്പ്, അല്ലെങ്കിൽ ആ മാപ്പ് കിട്ടാനുള്ള അർഹത ഉണ്ടായിരുന്നില്ല.
എങ്ങനെയും ന്യൂയോർക്കിലെത്തി തൻ്റെ സ്പോൺസറായിട്ടുള്ള ന്യൂയോർക്ക് ഗവർണർ ബെല്ലമുണ്ട് പ്രഭുവിനെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ തനിക്ക് രക്ഷ നേടാൻ പറ്റുമെന്നാണ് കിഡ് കണക്ക് കൂട്ടിയത്. താൻ പിടിച്ചെടുത്ത നവംബർ, കിതാ മർച്ചന്റ് എന്നീ കപ്പലുകൾക്ക്, ഈ 2 കപ്പലുകൾക്കും ഫ്രഞ്ച് പാസ്സായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് തെളിയിച്ചു കഴിഞ്ഞാൽ തനിക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും. ഈ 2 പാസുകളും കിഡ് തൻ്റെ കയ്യിൽ തന്നെ ശ്രദ്ധാപൂർവ്വം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ടാണ് കിഡ് കിതാ മർച്ചന്റിലെ അളവറ്റ ധനം എന്ത് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഇന്നും അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നത്. കിഡ് കുറച്ചേറെ ചരക്കുകൾ കരീബിയൻ ഭാഗങ്ങളിൽ വിറ്റതായിട്ട് തെളിവുകളുണ്ട്. കപ്പലിൽ മിച്ചമുണ്ടായിരുന്ന വില കൂടിയ വസ്തുക്കൾ ഈ കിഡ് കരീബിയൻ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും കുഴിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് പലരും സംശയിക്കുന്നത്. ഈ കിതാ മർച്ചന്റ് എന്ന് പറഞ്ഞ ഈ വലിയൊരു കപ്പലുമായിട്ട് ഇനിയും മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ തന്നെ എളുപ്പം ആളുകൾ തിരിച്ചറിയും, പിടികൂടപ്പെടും എന്ന് കിഡിന് മനസ്സിലായി. അതുകൊണ്ട് പുതിയൊരു കപ്പൽ വാങ്ങുവാൻ തന്നെ കിഡ് തീരുമാനിച്ചു. അങ്ങനെയാണ് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിനും പ്യൂട്ടോറിക്കും ഇടയിലുള്ള മോണ ഐലൻഡിൽ വെച്ചിട്ട് ഹെൻറി ബോൾട്ടൺ എന്ന് പറഞ്ഞ ഒരു വ്യാപാരിയെ കിഡ് പരിചയപ്പെടുന്നത്. അയാളുടെ കയ്യിൽ നിന്നും സാൻ ആന്റോണിയോ എന്ന് പറഞ്ഞ പേരുള്ള ഒരു ചെറിയ കപ്പൽ കിഡ് വിലയ്ക്ക് വാങ്ങി. ശേഷം കിതാ മർച്ചന്റിലെ കുറേയേറെ ചരക്കുകൾ കിഡ് സാൻ ആന്റോണിയോയിലേക്ക് മാറ്റി. താൻ തിരികെ വരുന്നത് വരെയും ഈ കിതാ മർച്ചന്റ് നോക്കിക്കൊള്ളണം എന്ന് ബോൾട്ടനെ പറഞ്ഞ് ഏൽപ്പിച്ച ശേഷം പുതുതായിട്ട് വാങ്ങിയ സാൻ ആന്റോണിയോയിലാണ് പിന്നീട് കിഡ് ന്യൂയോർക്കിലേക്ക് യാത്ര തിരിച്ചത്. ഇവിടെ നിന്ന് ന്യൂയോർക്ക് എത്തിച്ചേരുന്നത് വരെയുള്ള കിഡിന്റെ യാത്ര വളരെ ദുരൂഹമാണ്. ഈ യാത്രയിൽ കിഡ് പല സ്ഥലങ്ങളിലും ദ്വീപുകളിലും ഇറങ്ങിയിട്ട് തൻ്റെ അളവറ്റ നിധി ആരും അറിയാതെ കുഴിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പലരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും അറ്റ്ലാന്റിക്കിന്റെ പടിഞ്ഞാറൻ തീരങ്ങളിലെ കരീബിയൻ ഭാഗങ്ങൾ മുതൽ ന്യൂയോർക്ക് വരെയുള്ള സ്ഥലങ്ങളിൽ കിഡിന്റെ നിധി തേടിയിട്ട് പല ആളുകളും അലയുന്നത്. കിഡ് പോയ ശേഷം ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന്റെ തെക്കുള്ള കാറ്റലീന എന്ന് പറഞ്ഞ പേരുള്ള ഒരു ചെറു ദ്വീപിലെ ലഗൂണിലേക്ക് ബോൾട്ടൺ കിതാ മർച്ചന്റിനെ മാറ്റി. ഇത് കിഡ് പറഞ്ഞിട്ട് തന്നെ ചെയ്തതാണ്. ആവശ്യമെങ്കിൽ ചരക്കുകൾ വിൽക്കാനുള്ള അധികാരവും കിഡ് ഹെൻറി ബോൾട്ടന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതേ സമയം കിഡ് ന്യൂയോർക്കിന്റെ സമീപം എത്തി. ശേഷം താൻ അവസാനം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നും തനിക്ക് നേരെയുള്ള ആരോപണങ്ങളൊക്കെ കളവാണ് എന്നുമുള്ള തെളിവുകൾ തൻ്റെ കൈവശം ഉണ്ട് എന്നൊക്കെ കാണിച്ചിട്ട് ഒരു കത്ത് കിഡ് ബെല്ലമുണ്ട് പ്രഭുവിന് കൊടുത്തയച്ചു. അയാൾ തന്നെ ഒരിക്കലും ചതിക്കില്ല എന്ന് തന്നെയാണ് കിഡ് കരുതിയത്. കിഡ് തീരത്ത് എത്തിച്ചേർന്ന കാര്യം ഭാര്യ സാറയും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരും കിഡിന് മാപ്പ് കൊടുക്കണം എന്നുള്ള അപേക്ഷ ബെല്ലമുണ്ട് പ്രഭുവിന് എത്തിച്ചു. എന്നാൽ കനത്ത രാഷ്ട്രീയ സമ്മർദ്ദത്തിലായിരുന്ന ഈ ബെല്ലമുണ്ട് പ്രഭു കിഡിനെ അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചത്. മാപ്പ് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് കാണിച്ചിട്ട് അയാൾ കിഡിന് ഒരു കത്തെഴുതി. ശേഷം കപ്പലുമായിട്ട് ബോസ്റ്റണിലേക്ക് വരുവാനായിട്ട് അയാൾ നിർദ്ദേശിച്ചു. ബെല്ലമുണ്ട് പ്രഭുവിനെ വിശ്വസിച്ച ഈ കിഡ് കപ്പലുമായിട്ട് ബോസ്റ്റണിൽ എത്തുകയും ബെല്ലമുണ്ട് പ്രഭു സൂത്രത്തിൽ കിഡിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 1699 ജൂലൈ 6 കിഡിനെ അറസ്റ്റ് ചെയ്തത്. കൂട്ടത്തിൽ കിഡിന്റെ ഭാര്യ സാറയും അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് അവരെ വെറുതെ വിട്ടു. പക്ഷെ പിന്നീട് ഒരിക്കലും സാറയ്ക്ക് തൻ്റെ ഭർത്താവിനെ കാണുവാനായിട്ട് സാധിച്ചില്ല. ഇതിനുശേഷം ബെല്ലമുണ്ട് പ്രഭു ഈ സാൻ ആന്റോണിയോ പിടിച്ചെടുക്കുകയും ചരക്കുകൾ മറ്റൊരു കപ്പലിലേക്ക് മാറ്റുകയും എല്ലാവരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിനിടെ അറസ്റ്റിലായ ഈ കിഡിനോട് ഈ കിതാ മർച്ചന്റിന്റെ ലൊക്കേഷൻ പലതവണ ചോദിച്ചെങ്കിലും കിഡ് ഉത്തരം പറഞ്ഞില്ല. അവസാനം കിഡിന്റെ കൂടെ ഉണ്ടായിരുന്ന നാവികരിൽ നിന്നും ഏതാണ്ട് ഒരു ലൊക്കേഷൻ അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചു. ഈ ബെല്ലമുണ്ട് പ്രഭു എന്ത് ചെയ്തു? ഉടൻ തന്നെ ഈ കിഡ് വന്ന കപ്പലുണ്ടല്ലോ, ഈ സാൻ ആന്റോണിയോ, അതുൾപ്പെടെ 2 കപ്പലുകൾ ഈ പറയുന്ന കിതാ മർച്ചന്റ് കണ്ടെത്തുവാനും അതിനെ ന്യൂയോർക്കിലേക്ക് കൊണ്ടുവരുവാനും വേണ്ടിയിട്ട് തയ്യാറാക്കി. എന്നാൽ ഈ 2 കപ്പലുകളും പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ കരീബിയൻ ഭാഗങ്ങളിൽ നിന്നും വന്ന മറ്റൊരു കപ്പലിൽ നിന്നും ഒരു വാർത്ത ന്യൂയോർക്കിൽ എത്തിച്ചേർന്നു. നമ്മുടെ ഈ കപ്പല് കിതാ മർച്ചന്റ് നോക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ച ഹെൻറി ബോൾട്ടനും സംഘവും ആ കപ്പല് കിതാ മർച്ചന്റിലെ ചരക്കുകൾ എങ്ങോട്ടോ മാറ്റിയിട്ട് കപ്പൽ കത്തിച്ച് മുക്കി എന്ന് പറഞ്ഞൊരു വാർത്തയാണ് ഇവർക്ക് കിട്ടിയത്. ഇതിനിടെ ബെല്ലമുണ്ട് പ്രഭു കൊലപാതക കുറ്റവും കൂടി കിഡിന്റെ മേലിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു. തന്റെ സഹനാവികൻ വില്യം മൂറിനെ ബക്കറ്റ് കൊണ്ട് അടിച്ചു കൊന്നു എന്നതായിരുന്നു കുറ്റം. അത് നടന്ന സംഭവമായിരുന്നു എങ്കിലും അയാൾ കലാപശ്രമം നടത്തിയത് കൊണ്ടാണ് താനത് ചെയ്തത് എന്ന് കിഡ് വാദിച്ചു. പക്ഷെ ആരും അത് ചെവിക്കൊണ്ടില്ല. വളരെ മോശം അവസ്ഥയിലാണ് കിഡിനെ തടവിൽ പാർപ്പിച്ചിരുന്നത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ആകെ 5 കടൽ കൊള്ളകളും പിന്നെ ഒരു കൊലപാതകവുമാണ് കിഡിനെതിരെയുള്ള കുറ്റങ്ങളായിട്ട് ഇവർ പറയുന്നത്. ഏതാണ്ട് 1 വർഷത്തോളം ബോസ്റ്റണിലെ ജയിലിൽ പാർപ്പിച്ച ശേഷം 1700 ഏപ്രിൽ മാസത്തിൽ കിഡിനെ കൂടുതൽ വിചാരണയ്ക്ക് വേണ്ടിയിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ലണ്ടനിൽ എത്തിച്ചു. ഇവിടെയും കൊടിയ പീഡനങ്ങളാണ് കിഡിന് നേരിടേണ്ടി വന്നത്. വീണ്ടും 1 വർഷത്തിന് ശേഷം 1701 കിഡിന്റെ വിചാരണ ശരിക്കും തുടങ്ങിയത്. തൻ്റെ രക്ഷയ്ക്കായിട്ട് കിഡ് എപ്പോഴും കൂടെ കൊണ്ട് നടന്നിരുന്ന കിതാ മർച്ചന്റിലെ ഫ്രഞ്ച് പാസ് ഉണ്ടല്ലോ, അത് ന്യൂയോർക്കിൽ വെച്ചിട്ട് ബെല്ലമുണ്ട് പ്രഭുവിൻ്റെ കയ്യിൽ കൊടുത്തുപോയി. അതുകൊണ്ട് തന്നെ ലണ്ടനിലെ വിചാരണയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു പാസ് തൻ്റെ തെളിവായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് താൻ ശരിക്കും നിയമപരമായിട്ട് തന്നെയാണ് കിതാ മർച്ചന്റ് കൈക്കലാക്കിയത് എന്നത് കാണിക്കുവാൻ വേണ്ടിയിട്ട് കിഡിന് കഴിഞ്ഞില്ല. ഈ ബെല്ലമുണ്ട് പ്രഭു മനഃപൂർവ്വം അത് മറച്ചു വെച്ചതാവാനാണ് സാധ്യത. ഒരു സർക്കാർ സംവിധാനം മുഴുവൻ ഒരാൾക്കെതിരായി കഴിഞ്ഞാൽ അയാൾക്ക് രക്ഷപ്പെടാനാവില്ല എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കൂടിയായിരുന്നു കിഡിൻ്റെ ഈ വിചാരണ.
കിഡിന്റെ കൂടെ ഉണ്ടായിരുന്ന ഗില്യം ഉൾപ്പെടെ ഉള്ളവരെയും ഇക്കൂട്ടത്തിൽ വിചാരണ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ക്യാപ്റ്റൻ കിഡിനെ കൊല്ലുവാൻ വേണ്ടി തന്നെ തീരുമാനിച്ചുറപ്പിച്ച ആ ഒരു വിചാരണയിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് ഈ കിഡിന് സാധിച്ചില്ല. അവസാനം 1701 മെയ് 23 ലണ്ടനിലെ തംസ് നദിയുടെ തീരത്തുള്ള പ്രശസ്തമായിട്ടുള്ള എക്സിക്യൂഷൻ ഡോക്കിൽ വെച്ച് കിഡിനെ പരസ്യമായിട്ട് തൂക്കിക്കൊല്ലുവാൻ തന്നെ കോടതി ഉത്തരവിട്ടു. 1830 വരെയും ഏതാണ്ട് 400 കൊല്ലങ്ങളോളം ലണ്ടനിലെ കൊള്ളക്കാരെയും പൈറേറ്റുകളെയും തൂക്കിക്കൊന്നിരുന്ന ഒരു പലകത്തട്ടായിരുന്നു എക്സിക്യൂഷൻ ഡോക്ക്. മെയ് 23 തന്നെ കിഡിനെ തൂക്കിയെങ്കിലും ആദ്യ ശ്രമം പരാജയപ്പെട്ടു. കയറ് പൊട്ടി കിഡ് താഴേക്ക് വീഴുകയും ചെയ്തു. കിഡ് മരണപ്പെട്ടില്ല എന്ന് കണ്ടതോടെ ആളുകൾ ബഹളം വെച്ചു. കിഡ് രക്ഷപ്പെട്ടത് ദൈവനിശ്ചയമാണ്, അതുകൊണ്ട് തന്നെ കിഡിനെ വെറുതെ വിടണം എന്നൊക്കെ ചിലർ വാദിച്ചു. എന്നാൽ അല്പസമയത്തിനുള്ളിൽ അവർ കിഡിനെ വീണ്ടും തൂക്കുകയും ഇപ്രാവശ്യം കിഡ് മരണപ്പെടുകയും ചെയ്തു. ശേഷം അവർ കിഡിന്റെ ശരീരം ഒരു ഇരുമ്പ് കവചത്തിന്റെ ഉള്ളിലാക്കിയിട്ട് തംസ് നദിയുടെ തീരത്ത് തൂക്കിയിടുകയാണ് ചെയ്തത്. മറ്റ് പൈറേറ്റുകൾക്കുള്ള ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലാണ് അത് ചെയ്തത്. കിഡിന്റെ എല്ലുകൾ ഏതാണ്ട് 3 വർഷങ്ങളോളം അതേ രീതിയിൽ ഈ ഇരുമ്പ് കുടിന്റെ ഉള്ളിൽ കിടന്നു എന്നാണ് പറയപ്പെടുന്നത്. കലിഫോർഡിനെ ഉപേക്ഷിച്ച് കിഡിന്റെ കൂടെ ചേർന്ന ജെയിംസ് ഗില്ലിമും വിചാരണ നേരിട്ടുവെങ്കിലും മറ്റൊരു പൈറേറ്റിന്റെ വിചാരണയിൽ സഹായിച്ചതുകൊണ്ട് അയാളെ വെറുതെ വിടുകയാണ് ചെയ്തത്. ഗില്യം പിന്നീട് എങ്ങോട്ട് പോയി എന്ന് നമുക്കറിയില്ല. സെന്റ് മേരി ദ്വീപിൽ നിന്നും മോക്ക ഫ്രിഗേറ്റുമായിട്ട് പോയ റോബർട്ട് കലിഫോർഡ് പിന്നീട് ഗ്രേറ്റ് മുഹമ്മദ് എന്നൊരു മുഗൾ കപ്പൽ കൊള്ളയടിക്കുകയും അങ്ങനെ കിട്ടിയ മുതലുമായിട്ട് സുഖിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഈ പഴയ സെന്റ് മേരി ദ്വീപിലേക്ക് വരികയും ചെയ്തു. അവരങ്ങനെ അവിടെ ജീവിക്കുമ്പോഴാണ് തോമസ് വാറൻ എന്ന് പറഞ്ഞ പേരുള്ള ഒരു ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ഒരു കപ്പൽ വ്യൂഹമായിട്ട് നമ്മുടെ ഈ സെന്റ് മേരിയിൽ എത്തിച്ചേരുന്നത്. കീഴടങ്ങുന്ന പൈറേറ്റുകൾക്ക് രാജാവ് മാപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വാറൻ അവരെ അറിയിച്ചു. ഇങ്ങനെ കീഴടങ്ങുന്നവരെ ലണ്ടനിൽ എത്തിക്കുക എന്ന ദൗത്യമായിരുന്നു ഈ വാറൻ നടപ്പിലാക്കിയിരുന്നത്. ഇത് കേട്ടതോടെ ഈ സംഭവം കൊള്ളാലോ എന്ന് മനസ്സിലാക്കിയ ഈ കലിഫോർഡ് കീഴടങ്ങുവാൻ തന്നെ സന്നദ്ധനായി. അങ്ങനെ വാറന്റെ കൂടെ ലണ്ടനിലെത്തിയ കലിഫോർഡ് മറ്റ് പല കുറ്റങ്ങളുടെ പേരിൽ പിന്നീട് അറസ്റ്റിലാവുകയാണ് ചെയ്തത്. 1701 മെയ്യിൽ കിഡ് വധിക്കപ്പെട്ടതിന് ദിവസങ്ങൾക്കുള്ളിലാണ് കലിഫോർഡും ജയിലിൽ ആയത്. എന്നാൽ ജെയിംസ് ഗില്യം രക്ഷപ്പെട്ടതുപോലെ മറ്റു ചില പൈറേറ്റുകളുടെ അറസ്റ്റിനും വിചാരണയ്ക്കും തെളിവ് കൊടുത്ത് സഹായിച്ചതുകൊണ്ട് ഗില്യമിനെ പോലെ തന്നെ കലിഫോർഡും അവസാനം സ്വതന്ത്രനായി. ഇതിനുശേഷം കലിഫോർഡ് ചരിത്രരേഖകളിൽ നിന്നും അപ്രത്യക്ഷനാകുകയാണ് ചെയ്തത്. ഗില്ലിമും കലിഫോർഡും പിന്നീട് എങ്ങോട്ട് പോയി എന്ന് നമുക്കിന്നും അറിയില്ല. ക്യാപ്റ്റൻ ഹെൻറി എവരിയെ പോലെ അവരും എങ്ങോട്ടോ പോയി മറയുകയാണ് ചെയ്തത്. അങ്ങനെ ഒടുക്കം ക്യാപ്റ്റൻ കിഡ് തെംസ് നദിയുടെ തീരത്തുള്ള എക്സിക്യൂഷൻ ഡോക്കിൽ അവസാനിച്ചെങ്കിലും കിഡ് പിടിച്ചെടുത്ത വിലപിടിപ്പുള്ള ചരക്കുകളും നിധിയും രത്നങ്ങളും എവിടെ പോയി എന്നുള്ളത് അന്നും ഇന്നും ആളുകളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. കരീബിയയിൽ നിന്നും ന്യൂയോർക്ക് വരെയുള്ള യാത്രക്കിടയിൽ കിഡ് എവിടെയൊക്കെ ഇറങ്ങി എന്നുള്ളതാണ് ഇന്നും നിധിവേട്ടക്കാർ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം. എന്തെങ്കിലും തിരികെ വരും എന്നുള്ള പ്രതീക്ഷയിൽ ഈ കിഡ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന അമൂല്യ വസ്തുക്കൾ എവിടെയെങ്കിലുമൊക്കെ കുഴിച്ചിട്ടുണ്ടാവാം എന്ന് തന്നെയാണ് പലരും കരുതുന്നത്. അതിനായിട്ട് ഓക്ക് ഐലൻഡ് മുതൽ കായംകുളം വരെയുള്ള സ്ഥലങ്ങളിൽ പലരും പല കാലങ്ങളിൽ പല നൂറ്റാണ്ടുകളിൽ പരതി നോക്കിയെങ്കിലും ഇതുവരെയും ഒന്നും ലഭിച്ചില്ല. എന്നാൽ 2007 ഡിസംബർ മാസത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം നടന്നു. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന്റെ തൊട്ടരികിലുള്ള കാറ്റനീന ഐലൻഡിൽ നിന്നും 21 കിലോമീറ്റർ ഓഫ് കോസ്റ്റിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു മീൻപിടുത്തക്കാരന് പഴയ ഒരു കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടുകിട്ടി. ഇതറിഞ്ഞ ഇന്ത്യാന യൂണിവേഴ്സിറ്റിയിലെ ആർക്കിയോളജിസ്റ്റുകൾ അവിടെ എത്തുകയും ഡൈവേഴ്സിന്റെ സഹായത്തോടെ കടലിൽ കിടന്നിരുന്ന പീരങ്കികളും മറ്റും വീണ്ടെടുക്കുകയും ചെയ്തു. ക്യാപ്റ്റൻ കിഡ് പിടിച്ചെടുത്തതിലൂടെ പ്രശസ്തമായിട്ടുള്ള കിദ മർച്ചന്റിന്റെ അവശിഷ്ടങ്ങളായിരുന്നു അത്. ഇവിടെ വെച്ചാവും ഹെൻറി ബോൾട്ടൺ ചരക്കുകളെല്ലാം മാറ്റിയ ശേഷം കപ്പൽ കത്തിച്ച് മുക്കിയത്. ആ നിധിയുമായിട്ട് ബോൾട്ടൺ എങ്ങോട്ടോ പോയി മറയുകയും ചെയ്തു. സ്വന്തമായിട്ട് കപ്പലുകളൊന്നും നിർമ്മിക്കുന്നുണ്ടായിരുന്നില്ല എങ്കിലും മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾ വാങ്ങി തങ്ങളേതാക്കി മാറ്റി യൂറോപ്പിലും ഇന്ത്യയിലും കച്ചവടം നടത്തിയിരുന്ന കഴിവുള്ള വ്യാപാരികളായിരുന്നു അർമീനിയൻസ്. അതുകൊണ്ട് തന്നെ അർമീനിയൻ കൊമേഴ്സ്യൽ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കപ്പലാണ് ഇത് എന്നതുകൊണ്ട് തന്നെ അർമീനിയൻ സർക്കാരും ഇപ്പോൾ ഇവിടെ മുങ്ങിത്തപ്പി കാര്യങ്ങൾ വീണ്ടെടുത്ത് പഠിക്കുവാനായിട്ട് ഗവേഷകരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പൈറേറ്റുകളെ പിടിക്കാനിറങ്ങി അവസാനം പൈറേറ്റായിട്ട് മുദ്ര കുത്തപ്പെട്ട് വധിക്കപ്പെട്ട ക്യാപ്റ്റൻ കിഡിന്റെ കഥയും മഡഗാസ്കർ കേന്ദ്രമാക്കി മലബാർ തീരങ്ങളിൽ കടൽ കൊള്ളകൾ നടത്തിയ കലിഫോർഡിനെ പോലെയുള്ള പൈറേറ്റുകളുടെ കഥയും ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഇതിനായിട്ട് റെഫർ ചെയ്ത ബുക്കുകളാണ് ഇപ്പോൾ സ്ക്രീനിൽ ഞാനിപ്പോൾ എഴുതി കാണിക്കുന്നത്. കൂടാതെ നമ്മുടെ പുതിയ പുസ്തകം സ്വർണ്ണ നഗരം തേടി ആമസോൺ കണ്ടെത്തിയ കഥ മാതൃഭൂമി ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മാതൃഭൂമിയുടെ ബുക്ക് ഷോപ്പുകളിലും ഓൺലൈൻ സ്റ്റോറിലും പിന്നെ ആമസോണിലും ഈ പുസ്തകം ലഭ്യമാണ്. ഇന്ത്യക്ക് പുറത്ത് ഉള്ള ആളുകൾക്ക് ഹാർഡ് കോപ്പി എത്തിക്കുവാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അവർക്കായിട്ട് ഈ ബുക്കും ആമസോണിൽ ലഭ്യമാണ്. ആമസോൺ കിൻഡിൽ ഉപയോഗിച്ച് ടാബിലോ മൊബൈലിലോ PC യിലോ മാക്കിലോ നിങ്ങൾക്ക് അത് വാങ്ങിയിട്ട് വായിക്കുവാനായിട്ട് സാധിക്കും. കൂടാതെ നമ്മൾ മുമ്പ് ഈ അടുത്ത കാലത്ത് ലയൺ കില്ലർ എന്ന് പറഞ്ഞ പേരിൽ ചെയ്ത ജൂൾ ജെറാൾഡിന്റെ കഥയും ഈ ബുക്ക് രൂപത്തിൽ ആമസോണിൽ ലഭ്യമാണ്. ആമസോണിൽ ജൂലിയസ് മാനുവൽ എന്ന് ഇതേ സ്പെല്ലിങ്ങിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോഡക്ട്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഒരുമിച്ച്
കാണാനായിട്ട് സാധിക്കും. കൂടുതൽ ആമസോൺ മ്യൂസിക്കിലുള്ള പോഡ്കാസ്റ്റിൻ്റെ ലിങ്കും അതിനകത്ത് ഉണ്ടാവും. കൂടാതെ എല്ലാത്തിൻ്റെയും ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് ഞാൻ കൊടുത്തിട്ടുമുണ്ട്. പിന്നെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ചിട്ട് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ജൂൺ 30 വരെയാണ് ആ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവസരം ഉണ്ടായിരിക്കുക. അതായത് ഇനി 5 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. സമയം തീരെ കുറവാണ്. ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങൾ വിശദമായിട്ട് വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.